നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് എല്ലാവരും ഓഫ് ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ഞാൻ കാണിച്ചുതരാം. കാരണം നമ്മളൊക്കെ വാട്സപ്പിൽ പല ആളുകളുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ, കാമുകന്മാർ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തമ്മിൽ രഹസ്യമായിട്ടുള്ള ചാറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ബാറിൽ വെച്ചുകൊണ്ട് നമുക്ക് വാട്സപ്പിലെ ചാറ്റുകളൊക്കെ വായിച്ചു നോക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ വീട്ടിലോ ഓഫീസിലോ ഒക്കെ വെച്ച് നിങ്ങൾ പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്പം ഒന്ന് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ അയക്കുന്ന മെസ്സേജുകൾ വാട്സപ്പിൻ്റെ ലോക്ക് അല്ലെങ്കിൽ ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചത് വായിക്കാനും റീപ്ലൈ കൊടുക്കാനും സാധിക്കും. അതായത് നമുക്ക് ഒരു മെസ്സേജ് വന്നു, ആ മെസ്സേജ് നമുക്ക് എന്തെങ്കിലും മറ്റൊരാൾ കാണാൻ പറ്റാത്ത മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ ഇരുന്നിട്ട് ആർക്കും ആ മെസ്സേജ് വായിച്ചു നോക്കാൻ സാധിക്കും. അത് വലിയൊരു നാണക്കേടാണ്. കാരണം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജുകൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ വെച്ച് വായിക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് നാണക്കേടാക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി വാട്സപ്പിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്, നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കണം. എല്ലാവരുടെ ഫോണിനകത്ത് അത് ഓണായിരിക്കും, നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും ഓഫ് ചെയ്യേണ്ട ഒരു സെറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ പ്രൈവസി എന്നൊരു സെറ്റിങ്സ് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അല്പം താഴോട്ട് വരിക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആപ്പ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ആപ്പ് ലോക്ക് എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഫിംഗർ ലോക്കൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ചില ആളുകൾ ഫിംഗർ ലോക്ക് വെക്കാതിരിക്കും. പക്ഷേ ഇവിടെ 2 ടീമിനും, അതായത് ഫിംഗർ ലോക്ക് വെക്കുന്ന ആളുകൾക്കും വെക്കാത്ത ആളുകൾക്കും ഇതിനകത്തുള്ള സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. വെക്കുന്ന ആളുകളും വെക്കാത്ത ആളുകളും ആദ്യം നിങ്ങൾ ഫിംഗർ പ്രിൻ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ആപ്പ് ലോക്ക് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഫിംഗർ ലോക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യാത്ത ആളാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കുറച്ച് സമയത്തേക്കൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി ഓൺ ചെയ്യുന്ന ആളുകളൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഓൾറെഡി ഓൺ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഷോ കണ്ടൻറ്റ് ഇൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഏറ്റവും താഴെ ഭാഗത്ത്. ഇത് ഓൺ ആയിരിക്കും എല്ലാവരുടെ ഫോണിനകത്തും. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. പ്രിവ്യൂ സെൻഡർ ആൻഡ് മെസ്സേജ് ടെക്സ്റ്റ് ഇൻസൈഡ് ന്യൂ മെസ്സേജ് നോട്ടിഫിക്കേഷൻ എന്നിവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മുടെ ഫോണിനകത്ത് നമുക്ക് വരുന്ന മെസ്സേജുകൾ ആരാണോ അയച്ചത് അയാളുടെ പേരോ അല്ലെങ്കിൽ അതാരാണോ അയച്ചതെന്ന് കാണാനും അയാൾ അയച്ച മെസ്സേജ് ഇവിടെ വെച്ച് വായിക്കാനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ വെച്ച് സാധിക്കും. അപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫിംഗർ ലോക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫിംഗർ ലോക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ താഴെ ഭാഗത്തിൽ ഈ സെറ്റിങ്സ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഫിംഗർ പ്രിൻ്റ് ഓപ്ഷൻ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ വാട്സപ്പിനകത്തേക്ക് പിന്നെ അത്തരത്തിലുള്ള ഒരു കണ്ടൻറ്റും വരില്ല. അപ്പോൾ ഫിംഗർ ലോക്ക് ചെയ്യുന്ന ആളുകളും ചെയ്യാത്ത ആളുകളും ഇത് ജസ്റ്റ് ഫിംഗർ ലോക്ക് ഓൺ ചെയ്ത് ആ സെറ്റിങ്സ് ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ഓൺ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിനകത്തും അത്തരത്തിലൊരു സെറ്റിങ്സ് ഉണ്ട്. മൊബൈൽ ഫോണിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്കൊന്നുമില്ല, ഇവിടെ കാണാൻ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കുന്നെങ്കിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. താഴെ ബ്ലൂ ലെറ്ററിൽ ഷോ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് എന്ന് കാണാൻ സാധിക്കും. അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ 3 സെറ്റിങ്സ് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഒന്നാമതായിട്ട് കാണാം ഷോ ആപ്പ് ആൻഡ് നോട്ടിഫിക്കേഷൻ കണ്ടൻറ്റ് എന്നുള്ളത്. ഇത് ഇപ്പോൾ വാട്സപ്പിനകത്തൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ ആ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വെച്ച് കാണാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്നത് ഷോ ആപ്പ് ഓൺലി എന്നുള്ള ഭാഗത്ത് വെക്കുക. ഇങ്ങനെ ഷോ ആപ്പ് ഓൺലി എന്നുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് വാട്സപ്പിൽ നിന്നാണോ ഫേസ്ബുക്കിൽ നിന്നാണോ എന്ന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ആപ്പിൻ്റെ ഐക്കൺ മാത്രമേ കാണിക്കുള്ളൂ. അതാണ് ഷോ ആപ്പ് ഓൺലി. ലോക്ക് തുറന്നാൽ മാത്രമേ ആ മെസ്സേജ് വായിക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഡു നോട്ട് ഷോ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനും കാണിക്കില്ല, ലോക്ക് സ്ക്രീനിൽ മെസ്സേജ് വന്ന ആപ്പിൻ്റെ ഐക്കണും കാണിക്കില്ല. നമ്മൾ എപ്പോഴാണോ ഫോണിൽ ലോക്ക് തുറക്കുന്നത് ആ സമയത്ത് മാത്രമേ മെസ്സേജ് കാണാനും വായിച്ചു നോക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പം ഏറ്റവും ബെറ്റർ വേണമെങ്കിൽ ഡു നോട്ട് ഷോ എന്നുള്ള ഭാഗത്താണ്. പക്ഷേ നിങ്ങൾക്ക് ഏതിൽ നിന്നാണ് മെസ്സേജ് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വാട്സപ്പിൽ നിന്നാണെങ്കിൽ വാട്സപ്പിൻ്റെ ചിഹ്നം കാണിക്കും, ഫേസ്ബുക്കിൽ നിന്നാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ കാണിക്കും. നമ്മൾ ഫോണിനകത്തുള്ള സെറ്റിങ്സും ഉണ്ട്, വാട്സപ്പിനകത്തുള്ള സെറ്റിങ്സും ഉണ്ട്. 2 സെറ്റിങ്സും നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.